പ്രശാന്തേട്ടാ, കുറച്ചു നേരം ആയല്ലോ ഇരിപ്പ്. എന്താ പരിപാടി? കാറ്റുകൊള്ളായിരിക്കാ? വെറുതെ കാറ്റുകൊള്ളല്ല മോനെ, ഒരു കോള് വരുന്നുണ്ട്. ലോറി ഇപ്പൊ എത്തും, നീ ഒരു ചാക്ക് എടുത്ത് വെച്ചോ. കോളോ? ലോറി, ചാക്ക്? എന്താ സംഭവം? സാക്കളെ സുഹൃത്തുക്കളെ, കേന്ദ്രത്തിന്റെ ഭാരതരിയും കൊണ്ട് ലോറി വരികയാ. ആണോ? ഈ ആഴ്ച കിട്ടുമെന്ന് ഞാൻ ആ റേഷൻ കടയിലൊന്ന് ചോദിച്ചിട്ടാ. വെറുതെ അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല, അവിടെ തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള അരി തികയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ സപ്ലൈകോയിൽ നിന്ന് മുമ്പ് അരി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ചാക്കില്ലേ, അതിങ്ങെടുത്തു. അതിവിടെ വെറുതെ പൊടിയടിച്ചിരിക്കുക. അപ്പോഴേ പ്രശാന്തേട്ടാ, ഈ ഭാരതരി വിൽക്കാനുള്ള കേന്ദ്രത്തിന്റെ പ്ലാൻ എ എന്താണ്? 14 ജില്ലകളിലും വലിയ ലോറികളിൽ, അതായത് തൃശ്ശൂർ കണ്ട പോലത്തെ മിനി ലോറിയല്ല, വലിയ ലോറികളിൽ ഇതുപോലുള്ള കവലകളിൽ കൊണ്ടുവന്ന് 5 കിലോയുടെയും 10 കിലോയുടെയും അരി പാക്കറ്റുകൾ റോഡിലിട്ടങ്ങ് വിൽക്കും. അത് തന്നെയാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ എയും പ്ലാൻ ബിയും അല്ല. ഇനി അടുത്ത ഘട്ടത്തിൽ കടകളിലൂടെയുള്ള വിൽപ്പന നടത്തും. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള അരി കിലോ 29 രൂപയ്ക്ക് ഈ ആഴ്ച കിട്ടുമല്ലേ? അരി കിട്ടും, പക്ഷെ ഭാരതരി നമുക്ക് ചോറ് വെച്ചുണ്ടാൻ പറ്റുമോ? അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ടോക്ക്? കാലടിയിലെ മില്ലിൽ 10,000 ടൺ അരി റെഡിയായെന്ന് കേട്ടല്ലോ. നീ പച്ചരി ചോറ് വെച്ചുണ്ടാറുണ്ടോ? നമ്മൾ മലയാളികൾ ആരെങ്കിലും ഉണ്ണാറുണ്ടോ? ഞാൻ ഉണ്ണാറില്ല, നിങ്ങളെ വീട്ടിൽ വയ്ക്കാറുണ്ടോ? ചേട്ടൻ പറഞ്ഞ കറക്റ്റാ, മലയാളികൾ പൊതുവെ പച്ചരി ചോറ് വെച്ച് ഉണ്ടാറില്ല. പക്ഷെ ദോശയും പലഹാരം ഉണ്ടാക്കാമല്ലോ. പക്ഷെ ചേട്ടാ, എന്നാലും ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഭാരതരി വാങ്ങിക്കാൻ റേഷൻ കാർഡില്ല. അപ്പോൾ ഭാരതരി എങ്ങനെ വാങ്ങും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. നിൻ്റെ ഒരു മൊബൈൽ ഫോണില്ലേ, ഈ നമ്പർ മതി 10 കിലോ അരി കിട്ടാൻ. ചേടാ, അപ്പോൾ ആകെ കൊളാവുമല്ലോ ചേട്ടാ. എനിക്കിതാ ഓഫീസും അടക്കം 3 നമ്പറുണ്ട്. അതെ, മിസ് കോൾ അടിച്ച മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ ഭാരതരി കിട്ടാൻ മൊബൈൽ നമ്പർ മതിയെന്നായി. പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് പോലെ ആവുമെന്ന്. അപ്പോഴേ 10 സിമ്മുള്ള ഒരാൾ വന്നാൽ എന്ത് ചെയ്യും? അരി കിട്ടാത്തവരും കിട്ടിയവരും കൂടുതൽ കിട്ടിയവരെല്ലാം തമ്മിൽ കൂട്ടയടി നടക്കാൻ സാധ്യതയാണ്. ഉറപ്പല്ലേ? ക്യാമറ നല്ല മുരുകനും ഹരികൃഷ്ണനും ഒപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.